എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ മുറുക്കുമായിട്ടാട്ടോ. ഒരു രക്ഷയില്ലാത്ത മുറുക്കെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 ചക്കയാണ് എടുത്തിരിക്കുന്നത്. പച്ച ചക്കയുടെ 10 ചോളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലവണ്ണം ഫൈൻ പേസ്റ്റ് പരുവത്തിൽ തന്നെ അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറുക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് എത്ര ചേർക്കേണ്ടത് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിലോട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അത് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കായമാണ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ചക്കയുടെ അത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ പിന്നെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലവണ്ണം നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കില്ല ആ രീതിയിൽ അങ്ങോട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണത്. ഇത് ഞാനിവിടെ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം ടൈറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കാം. അതല്ല ലൂസാണെന്നുണ്ടെങ്കിൽ ചക്ക ചേർക്കുമ്പോൾ കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ ചേർത്ത് നോക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതവിടെ എന്താണെങ്കിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നതുണ്ടല്ലോ, അതിലാണ് നമ്മുടെ മുറുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണയൊന്നൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാനിതാണെങ്കിൽ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പക്കവടയൊക്കെ ഉണ്ടാക്കില്ലേ, പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന സാധനം ആ ചില്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാവുന്നത്. പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താണെങ്കിലും മുറുക്ക് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി മുറുക്ക് കറക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് വലിയ ഷേപ്പൊന്നും കിട്ടില്ല, എങ്കിലും എൻ്റേതായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ മുറുക്കാണ് കേട്ടോ അത്. ചക്ക കൊണ്ട് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. മുറുക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൂടുതലൊക്കെ മുറുക്ക്, പൊക്കവട, അതേപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. ചക്ക വരട്ടിയിട്ടൊക്കെ അതേപോലെ എടുത്ത് വയ്ക്കാം. അങ്ങനെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. ചക്കയുടെ സീസൺ കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മുറുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതാവാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇട്ടെന്ന് വെച്ചാൽ അത് വേഗം കരിഞ്ഞു പോകും, ഉൾവശം ആവില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി. ലോയിലും ഇടരുത്, ഹൈയിലും ഇടരുത് കേട്ടോ. അപ്പോൾ മീഡിയത്തിൽ ഇട്ടത് നമ്മുടെ മുറുക്ക് ഇതവിടെ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ മുറുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വലിയവർക്കെന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മുറുക്ക് തന്നെയാണത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടത്. അപ്പോൾ അത് നമ്മുടെ മുറുക്ക് ഇതവിടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറുക്ക് കംപ്ലീറ്റ് ഇത് അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുറുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.